നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ കിഷോർ. ആദ്യം പ്രധാന വാർത്തകൾ. കോടിയേരി പുറത്ത്. CPM സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. പടിയിറക്കം. ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ ജയിലിലായതിന് പിന്നാലെ വിജയരാഘവന് സെക്രട്ടറിയുടെ ചുമതലയൊഴിഞ്ഞത് മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലമെന്ന് യെച്ചൂരി. കോടിയേരി ഒഴിഞ്ഞത് പാർട്ടിയെ ബാധിക്കില്ലെന്ന് MV ഗോവിന്ദൻ. സംഘടനാ ക്രമീകരണമെന്ന വിജയരാഘവൻ. CPM കടുത്ത പ്രതിസന്ധിയിൽ. കോടിയേരി സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും സമ്മർദ്ദം. പിണറായി മാറി നിൽക്കണമെന്ന ആവശ്യവും ശക്തം. കോടിയേരിയുടേത് കുറ്റസമ്മതമെന്ന് BJP. കോടിയേരിക്ക് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമെന്ന് മുല്ലപ്പള്ളി. ജമ്മുകശ്മീരിൽ പാക് വെടിവയ്പിൽ 4 സൈനികർക്ക് വീരമൃത്യു. 4 ഗ്രാമീണരും കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ കരാർ ലംഘനം. ഉറി സെക്ടറിൽ ശക്തമായി തിരിച്ചടിച്ച് സൈന്യം. പ്രത്യാക്രമണത്തിൽ 8 പാക് സൈനികർ കൊല്ലപ്പെട്ടു. പാക് ബങ്കറുകൾ തകർത്തു. സ്വർണ്ണക്കടത്ത് കേസിൽ M ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. നടപടി EDക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ലൈഫ് മിഷൻ ക്രമക്കേടിൽ M ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി വിജിലൻസ്. ചൊവ്വാഴ്ച കോടതിയെ സമീപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF UDF രഹസ്യധാരണയെന്ന് K സുരേന്ദ്രൻ. NDAയുടെ ജനപിന്തുണയിൽ ഇരു മുന്നണികൾക്കും ഭയമെന്നും സുരേന്ദ്രൻ. കോഴിക്കോട് മേമുണ്ട സ്കൂളിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ബീഹാറിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് പറ്റ്നയിൽ NDA യോഗം. ഞായറാഴ്ചത്തെ യോഗം നിതീഷ് കുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. തിങ്കളാഴ്ച തന്നെ സർക്കാർ അധികാരമേൽക്കുമെന്ന് സൂചന. വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ച തുടരുന്നു. ആദ്യം പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. ഇന്ത്യ ഉൾപ്പെടെ 34 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് നേരിട്ട് കുവൈറ്റിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. ഹോട്ടൽ ക്വാറന്റീൻ ഉൾപ്പെടെ വ്യവസ്ഥകളോടെയാകും പ്രവേശനം അനുവദിക്കുക. 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കി നിലവിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശനം അനുവദിക്കണമെന്ന നിർദ്ദേശത്തിന് ആരോഗ്യ മന്ത്രാലയം തത്വത്തിൽ അംഗീകാരം നൽകിയതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ ഉൾപ്പെടെ കൊറോണ വ്യാപനം കൂടുതലുള്ള 34 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വരുന്നവർക്കാണ് നിലവിലെ പ്രവേശന വിലക്കുള്ളത്. ഇത് മറികടക്കാൻ UAEയിലും തുർക്കിയിലും മറ്റും 14 ദിവസം താമസിച്ച ശേഷം പ്രവാസികൾ എത്തുന്നുണ്ട്. ഇതിനു പകരം കുവൈറ്റിൽ സ്വന്തം ചെലവിൽ ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയാമെന്ന വ്യവസ്ഥയിൽ യാത്രക്കാരെ പ്രവേശിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടാണ് ആരോഗ്യ മന്ത്രാലയം അനുകൂല നിലപാട് സ്വീകരിച്ചത്. 7 ദിവസത്തിന് ശേഷം PCR പരിശോധന നടത്തി ഫലം നെഗറ്റീവാണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാം. PCR പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചാൽ വീണ്ടും 7 ദിവസം കൂടി ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. ക്വാറന്റൈൻ, PCR പരിശോധന എന്നിവയുടെ ചെലവ് യാത്രക്കാരൻ വഹിക്കേണ്ടി വരും. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി വർദ്ധിപ്പിക്കാൻ ആരോഗ്യ മന്ത്രാലയം സമ്മതിച്ചതായി DGCA വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ജനം, കുവൈറ്റ്. കുവൈറ്റിൽ ഡിസംബർ 5 നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 33 സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കി. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതിനാലുമാണ് അയോഗ്യരാക്കപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് ദിവസം 30 വയസ്സ് തികഞ്ഞിരിക്കണം. കുവൈറ്റ് പൗരനാവണം. അറബി എഴുതുവാനും വായിക്കുവാനും കഴിയണം. തെരഞ്ഞെടുപ്പ് സമയത്ത് കുവൈറ്റ് നിവാസിയായിരിക്കണം. ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവാൻ പാടില്ല. പിതാവ് കുവൈറ്റ് പൗരനാവണം എന്നീ നിബന്ധനകളാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുവാനുള്ള യോഗ്യതകൾ. ഇതിൽ ക്രിമിനൽ പശ്ചാത്തലമെന്ന വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ഭൂരിഭാഗം പേരുടെയും പത്രിക തള്ളിയത്. അമീറിനെ അപകീർത്തിപ്പെടുത്തിയതിനും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതിനും ശിക്ഷിക്കപ്പെട്ടവരാണ് അയോഗ്യരായവരിൽ ഏറെയും. ഇവർക്ക് കോടതിയെ സമീപിക്കാൻ അവസരമുണ്ട്. അതിനിടെ നിരവധി പേരുടെ പത്രിക തള്ളിയ നടപടിക്കെതിരെ നിലവിലെ MP ഉസാമ അൽ ഷഹീൻ രംഗത്തെത്തി. പൊതുജന താൽപര്യാർത്ഥമുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ ക്രിമിനൽ നടപടിയായി കണക്കാക്കാനാവില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ജനം, കുവൈറ്റ്. പടിയിറങ്ങി കോടിയേരി. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കാൻ കോടിയേരി സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. LDF കൺവീനർ വിജയരാഘവനാണ് സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ളത്.
അസുഖബാധിതനായ തനിക്ക് തുടർ ചികിത്സയ്ക്കായി പോകാൻ അവധി വേണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ ആവശ്യം ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിക്കുകയായിരുന്നു. ഇത് CPM തന്നെ വാർത്താക്കുറിപ്പിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്ര നാളത്തേക്കാണ് താൽക്കാലിക സംവിധാനമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അവധി ആവശ്യപ്പെടുന്ന സാഹചര്യം പതിവുള്ളതല്ല. പാർട്ടി യോഗത്തിൽ കോടിയേരി അവധി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. 1 വർഷം മുമ്പ് പാർട്ടിയിൽ നിന്നും അവധിയെടുത്ത് ചികിത്സയ്ക്കായി കോടിയേരി വിദേശത്ത് പോയിരുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റിനായിരുന്നു അന്ന് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചുമതല. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള മാറ്റം ആവശ്യപ്പെട്ടപ്പോൾ പിന്തിരിപ്പിക്കാൻ മറ്റു സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തയ്യാറായതുമില്ല. അതേസമയം കഴിഞ്ഞയാഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണന് അനുകൂലമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. മക്കൾ ചെയ്യുന്ന തെറ്റിന് പിതാവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ലെന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കോടിയേരിക്ക് പിന്തുണ നൽകി പരസ്യമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ രാജി സംബന്ധിച്ച് കോടിയേരി തന്നെ വ്യക്തിപരമായ തീരുമാനത്തിൽ എത്തുകയായിരുന്നുവെന്നാണ് വിവരം. നടക്കാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും കോടിയേരിയുടെ മാറ്റവും വിജയരാഘവന് താൽക്കാലിക ചുമതല നൽകിയതും റിപ്പോർട്ട് ചെയ്യും. ഉപരി കമ്മിറ്റികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടി അംഗീകരിക്കുമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോടിയേരിയുടെ മാറ്റം CPM-നുള്ളിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും രൂപപ്പെടുത്തിയേക്കും. ജനം, തിരുവനന്തപുരം. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നുമുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ പടിയിറക്കം CPM-ൽ പുതിയ ചേരിതിരിവ് രൂപം കൊള്ളുന്നതിന് ഇടയാക്കും. സെക്രട്ടറി സ്ഥാനത്ത് കോടിയേരിയെ നോക്കുകുത്തിയാക്കി ഒരേ സമയം പാർട്ടിയുടെയും സർക്കാരിന്റെയും കടിഞ്ഞാൺ നിയന്ത്രിച്ച പിണറായി വിജയനോടുള്ള കടുത്ത വിയോജിപ്പിന്റെ പ്രതിഫലനം കൂടിയാണ് പടിയിറക്കം. കോടിയേരിയുടെ മാതൃക പിന്തുടരാൻ പിണറായിയെ നിർബന്ധിതനാക്കുന്ന തീരുമാനം CPM-ൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽപ്പെട്ട ബിനീഷ് കോടിയേരിയെ തള്ളിപ്പറയുകയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും വിശ്വസ്തനുമായ CM രവീന്ദ്രനെ പൂർണ്ണമായും സംരക്ഷിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതിലേക്ക് കോടിയേരി ബാലകൃഷ്ണനെ എത്തിച്ചത്. ബിനീഷിനെതിരെ ആക്ഷേപമുയർന്നപ്പോൾ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് ആവർത്തിച്ച് സ്വയം പ്രതിരോധം സൃഷ്ടിച്ച കോടിയേരിയെ മുഖ്യമന്ത്രിയുടെ പരാമർശം ഏറെ വേദനിപ്പിച്ചു. ഇതിലുള്ള അമർഷവും പ്രതിഷേധവും കോടിയേരി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി തുടർന്നും സഹകരിച്ചു പോകാനാവില്ലെന്ന് തന്നെയാണ് കോടിയേരി പറഞ്ഞത്. പാർട്ടിക്കകത്തു നിന്നും കോടിയേരിയുടെ രക്തം ദാഹിച്ചുള്ള വിമർശനങ്ങളൊന്നും ഉയർന്നിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് ആനത്തലവട്ടം ആനന്ദൻ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ രൂക്ഷമായി പ്രതികരിച്ചതും കോടിയേരിയെ വേദനിപ്പിച്ചു. പാർട്ടിയിൽ ഒറ്റപ്പെടുന്നെന്ന വികാരം കോടിയേരിയിൽ ഉടലെടുത്തെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അസുഖത്തിന്റെ അസ്കിതയോടൊപ്പം അടുപ്പമുള്ളവരിൽ ചിലരുടെ അനാരോഗ്യകരമായ ഇടപെടൽ കൂടിയായപ്പോഴാണ് പാർട്ടിയിലെ കണ്ണൂർ ലോബിയെ ചെങ്കോലേൽപ്പിക്കാതെ വിജയരാഘവനിൽ ചുമതല കൈമാറി പടിയിറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചത്. പ്രതിസന്ധിയിലായപ്പോൾ സ്വയം പടിയിറങ്ങിയ കോടിയേരി നൽകുന്ന സന്ദേശം പിണറായിയെ ലാക്കാക്കിയുള്ളതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ ബലപ്പെടുമ്പോൾ പിണറായി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് കരുത്തേകുന്നതാണ് കോടിയേരിയുടെ സ്ഥാനത്യാഗം. കോടിയേരി സ്വീകരിച്ച മര്യാദ പിണറായിയും പിന്തുടരണമെന്ന് പ്രതിപക്ഷത്തെ കൊണ്ട് പറയിക്കാനും കോടിയേരിക്ക് ഇതുവഴി സാധിച്ചു. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നല്ല പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മാറി നിൽക്കണമെന്ന് അണികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതിലേക്കും കോടിയേരിയുടെ പടിയിറക്കം വഴിതെളിക്കും. എന്തായാലും മുഖ്യമന്ത്രിയുമായി കോടിയേരി ഇടഞ്ഞ സാഹചര്യത്തിൽ സംഘടനാ സംവിധാനത്തിൽ വിള്ളലുണ്ടാകുമെന്നുറപ്പാണ്. CPM ഇന്നേവരെ നേരിടാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം പാർട്ടിയിൽ കോടിയേരി പക്ഷത്തെ കേന്ദ്രീകരിച്ച് വിഭാഗീയത വീണ്ടും തുറക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം. ഒരു ജനത നെഞ്ചിലേറ്റിയ സ്നേഹസമ്പന്നനായ പ്രധാനമന്ത്രിക്ക് വിട. പവിഴദ്വീപിന്റെ നായകൻ പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയ്ക്ക് ഹുനൈന ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ഇസ ബിൻ അൽ ഖലീഫ ഏറ്റുവാങ്ങിയ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. ബഹ്റൈൻ എന്ന അറബ് രാഷ്ട്രത്തിന്റെ സമഗ്ര വികസനത്തിന് മുന്നിൽ നിന്ന് നയിച്ച നായകനായിരുന്നു അന്തരിച്ച പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ. പിതാവ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും മാതാവ് മൗസ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും രണ്ടാമത്തെ മകനായി 1935 പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ ജനിച്ചു. 1956 മുതൽ 1958 വരെ വിദ്യാഭ്യാസ സമിതിയിലും 1958 മുതൽ 1961 വരെ ചെയർമാനുമായി സേവനമനുഷ്ഠിച്ചു.
പിന്നീട് ധനകാര്യ വകുപ്പ് ഡയറക്ടർ, ബഹ്റൈൻ മോണിറ്ററി കൗൺസിൽ തലവൻ, സാമ്പത്തിക പഠനങ്ങളുടെ സംയുക്ത സമിതി ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് കൗൺസിൽ ചെയർമാൻ, ബഹ്റൈൻ നാണയ ഏജൻസി അംഗവും തുടർന്ന് സ്റ്റേറ്റ് കൗൺസിൽ ചെയർപേഴ്സണും സ്റ്റേറ്റ് കൗൺസിൽ തലവനും പരമോന്നത പ്രതിരോധ സമിതികളുടെ തലവനുമായി ഷെയ്ഖ് ഖലീഫ പ്രവർത്തിച്ചു. 1971 ഖലീഫ രാജകുമാരനെ അദ്ദേഹത്തിന്റെ സഹോദരൻ അമീർ ഇസ ബിൻ സൽമാൻ അൽ ഖലീഫയാണ് പ്രധാനമന്ത്രിയായി നിയമിച്ചത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി കൂടിയാണ് അന്തരിച്ച പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ. ഭാരതത്തിനോടും ഭാരതീയ പ്രവാസി സമൂഹത്തിനോടും എല്ലാ കാലത്തും പ്രത്യേക സ്നേഹവും മമതയും കാത്തു സൂക്ഷിച്ചിരുന്ന ഭരണാധികാരിയാണ് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ രാജ്യം പ്രതിസന്ധി നേരിട്ടപ്പോഴും കൊറോണ മഹാമാരി ബഹ്റൈൻ സമൂഹത്തെ ബാധിച്ചപ്പോഴും ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു നൽകിയ പ്രിൻസ് ഖലീഫ പ്രവാസി സമൂഹത്തിന് എന്നും നന്മയുടെ അടയാളമാണ്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. കുവൈറ്റിൽ നിന്ന് അവധിക്ക് പോയി തിരിച്ചു വരാൻ കഴിയാതെ നാട്ടിൽ കുടുങ്ങിയ ഗാർഹിക തൊഴിലാളികളെ തിരിച്ചെത്തിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചത്. വിമാനയാത്രാവിലക്ക് മൂലം രാജ്യത്ത് അനുഭവിക്കുന്ന രൂക്ഷമായ ഗാർഹിക തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. പ്രവേശന നിരോധനം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള 10,000-ത്തോളം തൊഴിലാളികൾക്കാണ് ഈ തീരുമാനം പ്രയോജനപ്പെടുന്നത്. ആഭ്യന്തരമന്ത്രി അനസ് അൽ സാലിഹിന്റെ നേതൃത്വത്തിലുള്ള കൊറോണ എമർജൻസി കമ്മിറ്റിയാണ് തൊഴിലാളികളെ തിരികെ എത്തിക്കുന്നത് സംബന്ധിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത്. ഈ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഹെൽത്ത് കമ്മിറ്റി അവലോകനം ചെയ്യും. ഇത് സംബന്ധിച്ച് കുവൈറ്റ് എയർവേസ്, ജസീറ എയർവേസ് എന്നീ വിമാന കമ്പനികളുമായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ ഏകോപനം നടത്തി അന്തിമരൂപം നൽകി വരികയാണ്. തിരിച്ചെത്തുന്നവർക്ക് 7 ദിവസം മുതൽ 10 ദിവസം വരെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തുവാനും ആലോചനയുണ്ട്. കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളികളെ അയച്ചിരുന്ന ഇന്ത്യ, ശ്രീലങ്ക, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ അവധിക്ക് പോയ നിരവധി തൊഴിലാളികൾ ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. ജനം, കുവൈറ്റ്. ദീപാവലി ആശംസകൾ നേർന്ന UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം UAEയിലെ ജനങ്ങൾക്ക് വേണ്ടി ലോകമെമ്പാടും ദീപാവലി ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പ്രതീക്ഷയുടെ കിരണങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് നയിക്കട്ടെ എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലെ ഓപ്പൺ ഹൗസ് പരിപാടി അടുത്ത ആഴ്ചയോടെ പുനരാരംഭിക്കുമെന്ന് സ്ഥാനപതി സിബി ജോർജ് അറിയിച്ചു. ഇന്ത്യൻ എംബസിയിൽ മാധ്യമപ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഇന്ത്യൻ എംബസി നടത്തിവന്നിരുന്ന ഓപ്പൺ ഹൗസ് പരിപാടി സിബി ജോർജ് ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റതോടെയാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമായി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ പുനരാരംഭിച്ചത്. ഇത്തരത്തിൽ 3 തവണ പരിപാടി നടന്നിരുന്നുവെങ്കിലും കൊറോണ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ മാസം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ അടുത്തയാഴ്ചയോടെ ഓപ്പൺ ഹൗസ് പുനരാരംഭിക്കുവാനുള്ള നടപടികളാണ് നടന്നുവരുന്നതെന്ന് മാധ്യമ പ്രവർത്തകരുമായി എംബസിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. 3 തവണ ചേർന്ന ഓപ്പൺ ഹൗസ് പരിപാടി വഴി നിരവധി ജനോപകാരപ്രദമായ നടപടികളാണ് എംബസി നടപ്പിലാക്കിയത്. പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ ഓപ്പൺ ഹൗസിൽ പരിഹാരം കണ്ടെത്തിയിരുന്നു. ജോലി നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള സൗജന്യ വിമാന ടിക്കറ്റ്, പരാതി നൽകാൻ എംബസിയിലെത്തുന്നവർക്കായി ഭക്ഷണം, ടാക്സി കൂലി എന്നിവ ഇതിൽ പ്രധാനമാണ്. കൊറോണ പശ്ചാത്തലത്തെ നിർത്തിവെച്ച ഓപ്പൺ ഹൗസ് പരിപാടി പുനരാരംഭിക്കുന്നതോടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എംബസിക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് വീണ്ടും കൈവരുന്നത്. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. അബുദാബിയിലെ ക്ഷേത്ര നിർമ്മാണ ചുമതലയുള്ള ബാപ്സിന്റെ ആത്മീയാചാര്യൻ സ്വാമി ബ്രഹ്മവിഹാരി ദാസ് ജനം ടിവിയുടെ പ്രേക്ഷകർക്ക് ദീപാവലി ആശംസകൾ നേർന്നു. A special prayer for all the viewers for Janam TV and all the viewers across the world for this Diwali. May God bless each one of you and all of us together with greater life, greater light and greater joy in this world. ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻ പുരി ജനം ടിവിയുടെ പ്രേക്ഷകർക്ക് ദീപാവലി ആശംസകൾ നേർന്നു. I would also like to specially extend a very warm Diwali greetings to all the audience of the Janam TV. Thank you so much and look forward to working closely with you, and thanks for your support to the Consulate of India in Dubai. മുതിർന്ന BJP നേതാവും മിസോറാം ഗവർണറുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം ഷാർജ പുസ്തകമേളയിൽ നടന്നു. 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്.
മുതിർന്ന BJP നേതാവും മിസോറാം ഗവർണറുമായ PS ശ്രീധരൻപിള്ള രചിച്ച നിയമവീതിയിലൂടെ തത്സമയ ചിന്തകൾ എന്നീ പുസ്തകങ്ങളാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകവേദിയിലെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സ്റ്റാളിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടത്. ശ്രീധരൻപിള്ള അഭിഭാഷകനായി ജോലി ചെയ്യുമ്പോഴും ഗവർണർ പദവിയിലെത്തിയ ശേഷവുമായി എഴുതിയ നിയമപരമായ ലേഖനങ്ങളുടെയും പ്രസംഗങ്ങളുടെയും തിരഞ്ഞെടുത്ത സമാഹാരമാണ് നിയമവീതിയിലൂടെ എന്ന പുസ്തകം. PS ശ്രീധരൻപിള്ള കേരളത്തിലും കേരളത്തിനു പുറത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗങ്ങളുടെയും പ്രമുഖ വ്യക്തികളുടെ വേർപാടിൽ അനുശോചിച്ചെഴുതിയ അനുസ്മരണ കുറിപ്പുകളുമാണ് തത്സമയ ചിന്തകൾ. പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് EP ജോൺസൺ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം, ജോയിന്റ് സെക്രട്ടറി ശ്രീനാഥ് എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ജനം TV മിഡിൽ ഈസ്റ്റ് പ്രോഗ്രാം ഹെഡ് രാജീവ് കോടമ്പള്ളി, സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി, നസീർ വെളിയിൽ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. B പത്മകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശില്പ നായർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. കൂടാതെ ചടങ്ങിൽ PS ശ്രീധരൻപിള്ള രചിച്ച വിവിധ ഇംഗ്ലീഷ്, മലയാളം പുസ്തകങ്ങൾ സഗീർ മുഹമ്മദ്, ജയപ്രകാശ്, ചന്ദ്രപ്രകാശ് എടമന എന്നിവർ ഏറ്റുവാങ്ങി. ബാബു വർഗീസ്, TA നസീർ, ചാക്കോ ഊളക്കാടൻ എന്നിവർ സംസാരിച്ചു. വിനീഷ് മോഹൻ സ്വാഗതവും പ്രാണേഷ് നായർ നന്ദിയും രേഖപ്പെടുത്തി. ജനം, ഷാർജ. ശാസ്ത്രം സമാധാനത്തിനും വളർച്ചയ്ക്കും എന്ന സന്ദേശവുമായി ഭവൻ സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ ലോക ശാസ്ത്ര ദിനം ആചരിച്ചു. സ്കൂളിലെ ശാസ്ത്ര വിഭാഗം നേതൃത്വം നൽകിയ പരിപാടിയിൽ കിസറിലെ ഗവേഷണ ശാസ്ത്രജ്ഞൻ ഡോക്ടർ S നീലമണി സംസാരിച്ചു. ശാസ്ത്ര ഗവേഷണം ഒരു ജീവിതശൈലി എന്ന വിഷയത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ, ശാസ്ത്ര വിഭാഗം മേധാവി സരിത ഉന്മേഷ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ജമ്മു കശ്മീരിലുണ്ടായ പാക് വെടിവയ്പിൽ 4 സൈനികർക്ക് വീരമൃത്യു. നിയന്ത്രണ രേഖയായ ഉറി സെക്ടറിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ആക്രമണത്തിൽ 3 ഗ്രാമീണരും കൊല്ലപ്പെട്ടു. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ നടത്തിയ ശക്തമായ പ്രത്യാക്രമണത്തിൽ 8ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സംഘടനാ ചുമതല പ്രഖ്യാപിച്ച BJP. CP രാധാകൃഷ്ണനാണ് കേരളത്തിന്റെ ചുമതല. വി മുരളീധരൻ ആന്ധ്രയുടെ ചുമതലയിൽ തുടരും. സുനിൽകുമാർ സഹപ്രഭാരിയായി തുടരും. AP അബ്ദുള്ളക്കുട്ടിക്ക് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന്റെ പങ്ക് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലിരിക്കെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ശിവശങ്കറിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത്. അനുമതി തേടി കസ്റ്റംസ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന ശിവശങ്കറിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുമതി തേടി കസ്റ്റംസ് സൂപ്രണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത ദിവസം ജയിലിലെത്തിയുള്ള ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന മുഖം സ്വപ്നയല്ല ശിവശങ്കറാണെന്ന് ED കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. ശിവശങ്കറിനെതിരായ മൊഴികളും വാട്സപ്പ് സന്ദേശങ്ങളും തെളിവുകളും കോടതിക്ക് കൈമാറുകയും ചെയ്തു. ഇതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച് വിലയിരുത്തിയ ശേഷമാണ് കസ്റ്റംസ് ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ജനം, കൊച്ചി. UAE-യിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1226 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. UAE റെസിഡന്റ് വിസ ഉള്ള യാത്രക്കാർക്ക് അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ക്വാറന്റൈൻ ഇല്ലാതെ ദുബായിലേക്കും മറ്റ് വടക്കൻ എമിറേറ്റ്സുകളിലേക്കും പോകാമെന്ന് അധികൃതർ അറിയിച്ചു. UAE-യിൽ കൊറോണ ബാധിതരായ 5 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന 668 പേർ കൂടി സുഖം പ്രാപിച്ചപ്പോൾ 1226 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. UAE-യിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊറോണ കേസുകളുടെ എണ്ണം 1,47,961 ആയി. 528 കൊറോണ മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 5550 കൊറോണ രോഗികളാണ് രാജ്യത്തുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 1,24,494 പുതിയ പരിശോധനകളടക്കം ഇതുവരെ
എയിൽ 14.7 ദശലക്ഷം പേർക്ക് കൊറോണ പരിശോധന നടത്തിയതായി അധികൃതർ പറഞ്ഞു. അതേസമയം UAE റെസിഡൻസ് വിസയുള്ള യാത്രക്കാർക്ക് അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ദുബായിലേക്കും മറ്റ് വടക്കൻ എമിറേറ്റുകളിലേക്കും പോകാമെന്ന് അധികൃതർ വ്യക്തമാക്കി. അബുദാബിയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് ക്വാറന്റൈൻ ബാധകം. അല്ലാത്തവർ അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ടാക്സിയിൽ ഉൾപ്പെടെ മറ്റ് എമിറേറ്റുകളിലേക്ക് പോകാം. അതേസമയം മറ്റ് എമിറേറ്റുകളിൽ വന്നിറങ്ങുന്നവർക്ക് അബുദാബിയിലേക്ക് പ്രവേശിക്കാനുള്ള നിയന്ത്രണങ്ങൾ തുടരും. ജനം, ദുബായ്. സംസ്ഥാനത്ത് ഇന്ന് 5804 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇന്ന് സ്ഥിരീകരിച്ച 26 മരണം ഉൾപ്പെടെ 1822 മരണം കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 6201 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,221 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 5,804 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 799, എറണാകുളം 756, തൃശൂർ 677, മലപ്പുറം 588, കൊല്ലം 489, ആലപ്പുഴ 468, തിരുവനന്തപുരം 439, പാലക്കാട് 438, കോട്ടയം 347, കണ്ണൂർ 240, പത്തനംതിട്ട 189, ഇടുക്കി 187, വയനാട് 106, കാസർഗോഡ് 81 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.97%. ഇന്ന് സ്ഥിരീകരിച്ച 26 മരണങ്ങൾ ഉൾപ്പെടെ 1822 മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രോഗം പിടിപെട്ടവരിൽ 118 പേർ മാത്രമാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നത്. 4988 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. 643 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 55 ആരോഗ്യ പ്രവർത്തകരും പുതുതായി രോഗബാധിതരായി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6201 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായത് ആശ്വാസമാണ്. ഇതോടെ 77,390 പേരാണ് രോഗം സ്ഥിരീകരിച്ചിനി ചികിത്സയിലുള്ളത്. 4,34,730 പേർ ഇതുവരെ കൊറോണയിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. ഇന്ന് 11 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. 15 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. ജനം, തിരുവനന്തപുരം. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആഗോള പാരമ്പര്യ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരമ്പര്യ ചികിത്സയിലും മരുന്നുകളിലും കൂടുതൽ ഗവേഷണം ലക്ഷ്യമിട്ടാകും പ്രവർത്തനം. ഗുജറാത്തിലും രാജസ്ഥാനിലും സ്ഥാപിച്ച ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പാരമ്പര്യ ചികിത്സാ ഗവേഷണ കേന്ദ്രത്തിന് ഇന്ത്യയെ തിരഞ്ഞെടുത്തതിൽ അഭിമാനമുണ്ട്. ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുകൾ ആധുനിക ലോകത്തിന് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. साथियों, आयुर्वेद भारत की एक विरासत है जिसके विस्तार में पूरी मानवता की भलाई है. ये देखकर किस भारतीय को खुशी नहीं होगी कि हमारा पारंपरिक ज्ञान अब अन्य देशों को भी समृद्ध कर रहा है. ये भी प्रत्येक भारतीय के लिए बहुत गर्व की बात है कि WHO ने ग्लोबल सेंटर फॉर ट्रेडिशनल मेडिसिन इसकी स्थापना के लिए दुनिया में से भारत को चुना है और अब भारत में से दुनिया के लिए इस दिशा में काम होगा. भारत को ये बड़ी जिम्मेदारी सौंपने के लिए मैं वर्ल्ड हेल्थ ऑर्गेनाइजेशन का हृदय से आभार व्यक्त करता हूं. मुझे विश्वास है कि जिस प्रकार भारत फार्मेसी ऑफ द वर्ल्ड इस रूप में उभरा है, उसी प्रकार पारंपरिक चिकित्सा का ये सेंटर भी ग्लोबल वेलनेस का सेंटर बनेगा. ये सेंटर दुनिया भर की ट्रेडिशनल मेडिसिन के विकास और उनसे जुड़ी रिसर्च को नई बुलंदियां देने वाला साबित होगा. വിഷയങ്ങൾ പഠിക്കാത്ത നേതാവാണ് രാഹുൽ എന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ. എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകത്തിലാണ് ഒബാമയുടെ പരാമർശം. രാഹുലിന് പരിഭ്രാന്തിയുണ്ടെന്നും ഒബാമ പുസ്തകത്തിൽ വിവരിക്കുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റിന്റെ പരാമർശത്തോട് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. വയനാട് എംപിയും കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരെ പറ്റിയാണ് രാഷ്ട്രീയ ഓർമ്മക്കുറിപ്പായ എ പ്രോമിസ്ഡ് ലാൻഡിൽ ഒബാമ വിവരിക്കുന്നത്. രാഹുലിന് അറിവില്ലായ്മയുണ്ട്, ഒപ്പം പരിഭ്രാന്തിയും. വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കാത്ത നേതാവാണ് രാഹുലെന്നും ഒബാമ അഭിപ്രായപ്പെടുന്നു. പഠനകാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അധ്യാപകന്റെ മതിപ്പ് നേടാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെ പോലെയാണ് രാഹുൽ. എന്നാൽ വിഷയങ്ങളിൽ അഭിരുചിയോ പഠിക്കാനുള്ള താല്പര്യമോ രാഹുലിന് തീരെയില്ലെന്നും ഒബാമ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. 2009 ഇന്ത്യ സന്ദർശിച്ച ഒബാമ അന്ന് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായിരുന്ന രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നിർവികാരനായ
വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്നും ഒബാമ കുറിക്കുന്നുണ്ട്. ഫ്രാൻസിന്റെ മുൻ പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് മുൻ പ്രസിഡന്റ് ഹു ജിൻഡാവോ എന്നീ ലോക നേതാക്കളെ പറ്റിയും ഒബാമ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. ജനം, ഡൽഹി. പ്രവാസി നേരം ഇവിടെ പൂർണ്ണമാകുന്നു.